ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി കേക്കാണ്, ബസ്ബോസ കേക്കാണ്. ഈ ഒരു കേക്ക് ഈജിപ്റ്റ്, അതായത് മിഡിൽ ഈസ്റ്റിലെ വളരെ ഫേമസ് ആയ ഒരു കേക്കാണ്. വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് റവ കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. വളരെ ജ്യൂസിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബസ്ബോസ കേക്ക് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് 1 കപ്പ് റവ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന റവയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ആണെങ്കിൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച ആറിയ പാലാണ് കേട്ടോ. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് മെൽറ്റഡ് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇത് ഹോം മെയ്ഡാണ്. നിങ്ങൾ വാങ്ങിയിട്ടുള്ളതാണെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് നമ്മുടെ അൺസോൾട്ടഡ് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആ ഒരു ബട്ടറും പഞ്ചസാരയും റവയും എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ് നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ബാറ്റർ ജസ്റ്റ് ഒരു 5 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എല്ലാ ഭാഗം മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ബട്ടർ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഈ ഒരു ബാറ്റർ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നോക്കിക്കോളൂ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉപ്പ് ലെയർ ചെയ്ത് റിങ്ങും ഇറക്കിയിട്ട് 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം, അതായത് നമ്മുടെ കേക്ക് ടിന്ന് വിത്ത് ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഹെവി ലോഡ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എയർ ഇൻസേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ആവി തട്ടിയിട്ട് നമ്മുടെ കേക്ക് ഡാമേജ് ആയിപ്പോൾ. ഇനി നമുക്ക് ഇതൊരു 40 to 1 hour വരെ നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ഹീറ്റ് അനുസരിച്ചാണ് നമ്മുടെ കേക്ക് ബേക്കായി കിട്ടുന്നത്. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ലിറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു നൈഫ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നൈഫ് അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഇതുപോലെ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കേക്ക് പുറത്തോട്ടൊന്ന് ഇറക്കിയെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ടൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് നല്ല ഫ്ലേവറിനായിട്ട് ഒരു കുഞ്ഞ് പീസ് പട്ടായം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബോയിൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നമ്മുടെ ഷുഗർ എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്കിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ജ്യൂസിയും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ അല്ലെങ്കിൽ നൈഫ് വെച്ച് നന്നായിട്ടൊന്ന് പ്രിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ലായനി ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന അതിലെ പട്ടയൊന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് നമ്മുടെ കേക്കിൻ്റെ മേലെ കൂടെ നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കേക്ക് നന്നായിട്ട് ആ ഷുഗർ ഒന്ന് അബ്സോർബ് ചെയ്യുന്ന സമയം വരെ 1 മണിക്കൂറത്തേക്ക് നമുക്ക് ഒന്ന് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബാദാമും കോക്കനട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ 1/4 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നാളികേരം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാദാമും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലൈറ്റായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. പെർഫെക്റ്റും സൂപ്പർ ടേസ്റ്റിയും സ്പഞ്ചിയും ജ്യൂസി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഗാർണിഷിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാദാമും കോക്കനട്ട് പീസസും നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ജ്യൂസി സോഫ്റ്റ് ആൻഡ് മെൽറ്റ് ഇൻ മൗത്ത് ആയിട്ടുള്ള ഈ ഒരു ബസ്ബൂസ കേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്ക് ഇഷ സ്പൈസി ടെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.